ഹലോ എവരിബഡി, എല്ലാവർക്കും വിവരം കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കോൺഫറൻസിങ്ങളിലെ ജയൻ്റ് ആപ്ലിക്കേഷൻസായ ഗൂഗിൾ മീറ്റ്, സൂം, അതുപോലെ മൈക്രോസോഫ്റ്റ് ടീംസ്, ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പുതുതായിട്ട് നമ്മുടെ റിലയൻസ് അവരുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. അതിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. റിലയൻസിൻ്റെ പുതിയ ആപ്ലിക്കേഷനാണ് JioMeet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞോളട്ടെ. അവരിപ്പം ലോഞ്ച് ആയേക്കുന്നത് ഒരു ഗംഭീരമായ ലോഞ്ചാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അത് മൊബൈൽ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമിലും എല്ലാത്തിലും ഒരേപോലെയാണ്, ഒരേ ടൈമിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസ് ബേസ്ഡ് ഫോണുകൾക്കുണ്ട്. ഈവൻ ഡെസ്ക്ടോപ്സിൽ ബ്രൗസർ യൂസ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമ്മളൊരു ടോട്ടൽ ഇൻ്റർഫേസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂമിൻ്റെ ഡിറ്റോ ആണ്. അതെന്തുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു സൂം യൂസേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ട് ഇതിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പുതിയൊരു ആപ്ലിക്കേഷനിന് പഠിച്ചു വരാനുള്ള ഒരു സമയം വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം. എന്നിരുന്നാലും ഒരു ഗംഭീരമായ ലോഞ്ചാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പം സംഗതിയെ ഫുൾ ഫ്ലെഡ്ജ് എല്ലാ ആപ്ലിക്കേഷൻ ഒരു ബീറ്റ പോലെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും സംഗതി അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സോടെ എനേബിൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പം കവർ ചെയ്യുന്നത് നമ്മുടെ ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള JioMeetൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മുടെ JioMeet നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ JioMeetPro.geo.com എന്ന് കൊടുക്കണം. അതാണ് അതിൻ്റെ അഡ്രസ്സ്, JioMeetPro.geo.com. അപ്പോൾ അത് കയറി കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഇതിൻ്റെ HD വീഡിയോ കോളിംഗ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ എൻക്രിപ്റ്റഡ് ആണ് നമ്മുടെ മീറ്റിംഗ്സ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പറഞ്ഞിട്ടില്ല, എൻക്രിപ്റ്റഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഡൗൺലോഡിൻ്റെ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ, വിൻഡോസ് ഫോൺസ്, അതുപോലെ ബ്രൗസർ ബേസ്ഡ്. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തുണ്ടോ മേളിൽ തന്നെ ഉണ്ട്, ഇതിൻ്റെ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട് ഓരോന്നും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ നമുക്കൊരു ജോയിൻ എ മീറ്റിംഗ്. ഈ ജോയിൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ്റെ ലിങ്ക് ഒരാൾ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം JioMeet യൂസ് ചെയ്യുമ്പോൾ അതൊരു രജിസ്റ്റേർഡ് യൂസറായിട്ട് കയറണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ആ മീറ്റിംഗ് ഐഡിയും പാസ്വേഡും മതി. അത് വെച്ചോടെ നമുക്ക് ആ മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് നമ്മളിപ്പം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ മീറ്റിങ്ങിൻ്റെ ID വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഹോസ്റ്റ് എ മീറ്റിംഗ് ആണ്. നമ്മൾ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ നമുക്ക് നമ്മളെ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. കാരണം ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു രജിസ്റ്റേർഡ് യൂസർ ആയിരിക്കണം. അപ്പോൾ ഇത് രജിസ്റ്റേർഡ് യൂസർ ആകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ID വെച്ച് കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിലിലോട്ടോ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് സ്റ്റാർട്ട് സൈൻ ഇൻ ബട്ടൺ ഉണ്ട്. ആ സൈൻ ഇൻ ചെയ്ത അക്കൗണ്ടിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതായത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ 3 ബട്ടൺസ് ഉള്ള പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നെയിം ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേര്, നമ്മുടെ അതിൻ്റെ ഒരു മെയിൽ ID എന്താണ്, പിന്നെ അതിൻ്റെ പാസ്വേഡ് വേണം നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വേണം സെറ്റ് ചെയ്യാം. മീറ്റിംഗ്സ് എന്നുള്ളതിനകത്താണ് നമ്മുടെ മീറ്റിംഗ്സ്, അതായത് നമ്മുടെ അപ്കമിങ് മീറ്റിംഗ്സ് എന്തെങ്കിലും ഉണ്ടോ, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന മീറ്റിംഗ്സിലാണ്. പിന്നെ ഈ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സ്, അതായത് ബൈ ഡിഫോൾട്ട് ഇത്തരം സെറ്റിംഗ്സ് എനേബിൾഡ് ആയിരിക്കും. നമ്മുടെ ഹോസ്റ്റിൻ്റെ ഓഡിയോ ഓൺ, പാർട്ടിസിപ്പൻസിൻ്റെ വീഡിയോ ഓൺ ആയിരിക്കണം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനേബിൾഡ് ആകും. നമുക്കിനി ഏതെങ്കിലും ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിൽ മാറ്റാം. ഡെസ്ക്ടോപ്പ് ബേസ്ഡിനുള്ള സെറ്റിംഗ്സ് ആണ്. ഈ ആപ്പ് ബേസ്ഡിന് വേറെ സെറ്റിംഗ്സ് ആണ്. അത് നമുക്ക് പിന്നീട് കാണാം.
പിന്നെ ഇതിനകത്ത് മേളിൽ കണ്ടോ ബട്ടൺസ്, നേരത്തെ കണ്ട പോലെ ഹെൽപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഷെഡ്യൂൾ എ മീറ്റിംഗ്, ജോയിൻ എ മീറ്റിംഗ്. ജോയിൻ എ മീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മീറ്റിംഗ് ID കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ നിന്ന് കയറുന്നതുകൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് യൂസറായിട്ട് തന്നെ ആയിരിക്കും കയറുന്നത്. ഷെഡ്യൂൾ എ മീറ്റിംഗ്, ഹോസ്റ്റ് എ മീറ്റിംഗ് ഇപ്പം കാണിച്ചു തരാം. അതായത് ഹോസ്റ്റ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ ഹോസ്റ്റ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത് വേറെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിപ്പോൾ നമ്മൾ ഹോസ്റ്റ് മീറ്റിംഗ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈക്രോഫോണും ഈ വെബ് ക്യാമും ഒക്കെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വെബ് ക്യാം ഒക്കെ ഡിറ്റക്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് തൽക്കാലം വീഡിയോ ഒന്ന് ഡിസേബിൾ ചെയ്യാണ്. അതുപോലെ മ്യൂട്ടും ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടുന്ന് തന്നെ. പിന്നെ ഇതുകൊണ്ട് ഇതിനകത്ത് പിന്നെയുള്ള ഓപ്ഷൻസാണ് മാനേജ് പാർട്ടിസിപ്പൻസ്. ഈ മാനേജ് പാർട്ടിസിപ്പൻസ് ഇപ്പം കണ്ടു. അപ്പോൾ ഞാൻ മാത്രമേ ഹോസ്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേന് 2-3 രീതിയിൽ ഇൻവൈറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഏതാണോ അത് വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജിമെയിൽ ചെയ്യാൻ പറ്റില്ല, യാഹൂ മെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ജിമെയിൽ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടോ ഇപ്പം നമ്മുടെ ഇതുപോലെ ആയിരിക്കും പോകുന്നത്. ഈ നമ്മുടെ ആ മെയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ മീറ്റിങ്ങിൻ്റെ പാസ്വേഡ്, ഡീറ്റെയിൽസ്, അതിൻ്റെ ലിങ്ക് അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു മെയിൽ ഓട്ടോമാറ്റിക്കലി ഡ്രാഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് ഇൻവിറ്റേഷൻ അങ്ങ് അയച്ചാൽ മതി. അപ്പോൾ അത് ഇപ്പം ലോഡാവട്ടെ, എന്നാൽ തന്നെ ഞാൻ ഇത് കാണിക്കാം. ഇതിൻ്റെ താഴെ തന്നെ ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഒരു മിനിറ്റ്, ഇതിൽ URL കോപ്പി ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ URL ഓട്ടോമാറ്റിക്കലി കോപ്പിയായി. നമുക്കിനി വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് വാട്സാപ്പ് വഴി എന്തെങ്കിലും ഒരു ആൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും അയക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് മാക്സിമൈസ് ചെയ്തോട്ട് ഇതുണ്ട് ഇവിടെ കോപ്പി URL, കോപ്പി ഇൻവിറ്റേഷൻ കണ്ടോ. ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ മീറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ്. ഞാനിപ്പോൾ ആ മെയിലൊന്ന് നോക്കിയോട്ടെ. മെയിൽ ലോഡായി. ഞാനിപ്പോൾ ഇതൊരു മെയിൽ അയക്കുകയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, മെയിൽ സെൻഡായി. മെയിൽ സെൻഡായി കഴിയുമ്പോഴത്തേന് എൻ്റെ റെസിപ്പൻറ്റിന് വേണമെങ്കിൽ ആ മെയിൽ വെച്ചുകൊണ്ട് മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നോക്കുന്നത് റെസിപ്പൻറ്റിൻ്റെ മെയിലൊന്ന് കയറുകയാണ് ഇപ്പം. അപ്പോൾ റെസിപ്പൻറ്റ് കയറി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റും. ജിയോമീറ്റിന് വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വെയിറ്റിംഗ് റൂമിലാണ് വരുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഹോസ്റ്റ് അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട്, ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം കണ്ടോ ആൾ ജോയിൻ ആവുകയാണ്. കണ്ടോ, കണ്ടോ, അപ്പം ആൾ ജോയിനായി. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രീനൊന്ന് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്യാൻസൽ ചെയ്തോട്ടെ. ഇത് നമ്മുടെ റെസിപ്പൻറ്റിൻ്റെ ഒരാളുടെ വിൻഡോ ആയിരിക്കും ഈ കാണുന്നത്, പാർട്ടിസിപ്പൻസ്. ഇപ്പം നമ്മുടേത് കാണണമെങ്കിൽ നമ്മുടേത് നമ്മൾ ഹോസ്റ്റാണ്. അതുകൂടാതെ ഒരാൾ ഇവിടെ ഇതിലും ഉണ്ട്, മറ്റേ ഈ പറഞ്ഞ പോലെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഒരാളും ഉണ്ട്. ഇപ്പം മ്യൂട്ടോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ടാവും. അപ്പോൾ കൺഫേം കൊടുക്കാവുന്നതാണ്. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാം മ്യൂട്ടായി. പിന്നെ ഇത് കൂടാതെ ഉണ്ട് ഇവിടെ ചാറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും അത് കിട്ടും. നമ്മൾ ഈ അയച്ച മെസ്സേജ് ഈ മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും കോമൺ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ ഉണ്ടോ, ഇത് റെക്കോർഡ് ചെയ്യാം. നമുക്ക് ഈ മീറ്റിംഗ് വേണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്കും അപ്പോൾ ഇൻറ്റിമേഷൻ പോകും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അറിയിക്കും നമ്മൾ ഈ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വെബ് ബേസ്ഡ് ഇതിപ്പം ഗൂഗിൾ മീറ്റ് ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കേസിൽ തന്നെ ഈ എൻഡ് മീറ്റിംഗ് ആണ് മീറ്റിംഗ് എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇതിനകത്ത് 2 കേസുണ്ട്. എൻഡ് മീറ്റിംഗ് ഉണ്ട്, ലീവ് മീറ്റിംഗ് ഉണ്ട്. എൻഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് എൻഡ് ചെയ്യണം. അതായത് ഈ മീറ്റിംഗ് കംപ്ലീറ്റ്ലി എൻഡ് ആവണം. ലീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ലീവ് ചെയ്യുകയും ബാക്കിയുള്ളവർ സ്റ്റില്ല് ഈ മീറ്റിംഗ് തുടരുകയും ചെയ്യും. ഇപ്പം ഞാനിതിപ്പോൾ അങ്ങ് എൻഡ് ചെയ്യുകയാണ്. എൻഡ് ചെയ്ത് കഴിയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അതങ്ങ് എൻഡായി, ഈ മീറ്റിംഗ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ അത്രയാണ് ആ മീറ്റിംഗ് ഇതിനെക്കുറിച്ച് ഹോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളത്. ഇനിയിപ്പോൾ ഉള്ളത് ഷെഡ്യൂൾ മീറ്റിംഗ് എന്നുള്ളതാണ്. ഷെഡ്യൂൾ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിപ്പം എനിക്ക് നാളത്തെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്. എന്നാ ഡേറ്റ്, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെ. ഇന്നത്തെ ഡേറ്റിൽ ടൈം ഇപ്പം ഞാനൊരു 8 മണിക്കൊരു ക്ലാസ്.
അല്ലെ 8:30 ഒരു ക്ലാസ്, 8:30 ക്ലാസ് ഞാൻ ഷെഡ്യൂൾ ചെയ്യുകയാണ്. 8:30 തൊട്ട് 9 വരെ. ബൈ ഡിഫോൾട്ട് അരമണിക്കൂറാണ് വെക്കുന്നത്. ബൈ ഡിഫോൾട്ട് അരമണിക്കൂർ എന്നുള്ളത് നമുക്ക് വേണേൽ എത്ര നേരം വേണേലും കയറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു 13 വരെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1 മണി വരെ ക്ലാസ്. അപ്പം ബൈ ഡിഫോൾട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് 100 പാർട്ടിസിപ്പൻസിനെയാണ് JioMeet സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് സെറ്റിങ്സ് ബാക്കി കുറച്ച് സെറ്റിങ്സ് വെച്ചേക്കുന്ന ഓഡിയോ നമുക്ക് മാത്രമാണോ അത് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനും കൊടുക്കണം. അപ്പം ചില ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരും ബൈ ഡിഫോൾട്ട് അൺമ്യൂട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. വീഡിയോയും ഇപ്പം എല്ലാവർക്കും ഓണാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ സെറ്റിങ്സ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം ഈ സെറ്റിങ്സ് എല്ലാം മാറ്റാൻ പറ്റും. വീഡിയോ ഹോസ്റ്റിൻ്റെ ആണ്, പാർട്ടിസിപ്പൻസിൻ്റെ ആണ്. പിന്നെ വെയിറ്റിംഗ് റൂം, അതായത് ഓരോ പാർട്ടിസിപ്പൻസും ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാതെ വെയിറ്റിംഗ് റൂമിൽ വന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്താൽ മാത്രം ജോയിൻ ചെയ്യുന്ന രീതിയിൽ അതാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്കിപ്പം ഈവൻ ഹോസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പാർട്ടിസിപ്പൻസിന് ജോയിൻ ചെയ്യണമെങ്കിൽ അതും വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഗസ്റ്റ് യൂസേഴ്സിന് അലോ ചെയ്യാനേ പറ്റും. അതായത് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സേവ് ചെയ്തു. ഇപ്പം ഞാനൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. കണ്ടോ, ഇന്ന് രാവിലെ 8:30 ഒരു ടെസ്റ്റ് ക്ലാസ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിംഗ് ആണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇവിടെ മീറ്റിംഗ് ID ഈ കാര്യങ്ങൾ ഇതുണ്ടോ ഇവിടെ ആ മീറ്റിംഗ് ഇതായി കഴിയുമ്പോഴത്തേനും ഇതുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എനിക്ക് ഈ ഇൻവിറ്റേഷൻ വേണേൽ കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഇൻവിറ്റേഷൻ കോപ്പി മീറ്റിംഗ് ഇൻവിറ്റേഷൻ, ഈ ഇൻവിറ്റേഷൻ എനിക്ക് ഇവിടുന്ന് മീറ്റിംഗ് കോപ്പി ചെയ്ത് ആർക്കെങ്കിലും മെയിലായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും സെൻഡ് ചെയ്യാം. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടുന്നവർക്കെല്ലാം ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആസ് എ ഹോസ്റ്റ് നമുക്ക് ഈ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെബ് ബേസ്ഡ് ഗൂഗിൾ JioMeetൻ്റെ ഒരു സവിശേഷതകൾ നമ്മൾ കണ്ടത്. അതായത് ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതെന്തായാലും ശരിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ, അതായത് ഈ വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയുള്ളത്. അത് ഇപ്പം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ടെസ്റ്റ് ചെയ്താലേ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും റിലയൻസിൻ്റെ എന്താ പറയുക, വളരെ നല്ലൊരു ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീഡിയോ കോൺഫറൻസിങ് ആപ്പിൽ നമുക്ക് ശരിക്കും ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഏതായാലും റിലീസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ സംഗതി ഹിറ്റായിട്ടുണ്ട്. ആൾക്കാരെല്ലാം എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു എവരിബഡി ഫോർ വാച്ചിങ്.